എന്തു പറഞ്ഞു? എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നും അയാളുടെ പേര് ഹരിനാരായണൻ എന്നാണെന്നും അയാൾ ഏത് വലിയ ഇല്ലത്തെയാണെന്നും ഞാനങ്ങ് വെച്ച് കാച്ചി. ഹരിനാരായണനാ? അതാരാ? ഓഹോ, പൈസേട്ടനെ വിട്ടു ഒഴിവാക്കാൻ വന്നാണല്ലേ? ഞാനൊന്ന് പറയട്ടെ. പറയണ്ട, മംഗളം ഭവന്തു. നീയാണോ ഹരിനാരായണൻ? ഞാൻ ഹരിനാരായണനോ? എന്റെ പേര് ജസ്റ്റിൻ അല്ലേ? നീ ഇപ്പൊ ചെല്ല്, എന്റെ പേര് ജസ്റ്റിൻ ആണെന്നും ഞാൻ ആരും ഇല്ലാത്തവനാണെന്നും ഒക്കെ ചെന്ന് പറ. ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിച്ച എടാ, ഇതല്ലാണ്ട് വേറെ ഒരു വഴി ഞാൻ കണ്ടില്ല. എന്റെ അച്ഛൻ ഒരു നമ്പൂതിരി അല്ലാണ്ട് ഒരാളെയും കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കില്ല. അതിനാണോ വഴി? കല്യാണം ഞാൻ കളവിന്. ഇതല്ലാണ്ട് ഒരു വഴിയില്ല. നാളെ രാവിലെ നിന്റെ ബന്ധുക്കളെയും കൂട്ടി നീ എന്റെ വീട്ടിലേക്ക് വരണം. ബന്ധുക്കളോ? ഏത് ബന്ധുക്കളെ? ആരെങ്കിലും നീ കൊണ്ടുപോവാ. പൊന്നിയേട്ട ഹാജിയാരായിട്ടല്ല, നമ്പൂതിരി ചെക്കൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കണം. നിനക്ക് വേണ്ടി ഒരു മുന്തിനം തന്തയെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നടക്കൂടെ? നീ ഈ വീഡിയോ കണ്ട 5 ദിവസം കഴിഞ്ഞ് എൻ്റെ പണി ഇരുന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ല. 5 ദിവസം കഴിഞ്ഞ് എൻ്റെ പാലുകാസിലാണ്. ചേട്ടനോട് വേണം. ചേട്ടനെ വേണം. ചേട്ടനായിട്ട് ഇനിയിപ്പോൾ പുറത്തുനാളെ അന്വേഷിക്കണത് നല്ലൊരു ആക്ടർ എടുക്കുമ്പോൾ. ഇവിടെ ആരാ? ഇവിടെ നോക്ക്, ഞാൻ തന്നെ. വൈദ്യനല്ലേ പേര്? അതെ, വൈദ്യനാഥൻ. എങ്ങനെ അറിയാം? ഇവനാള്. ഇങ്ങനെ ഒരു കൊശവൻ ഇവിടെ കല്യാണം മുടക്കാൻ നിൽക്കണമെന്ന് ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അവൾ ഒറ്റമോളാണ്. അങ്ങനെയാണ് ഈ വീടൊക്കെ നിനക്കുള്ളതാ. നമോസ്തുതേ. നമോസ്തുതേ. നമസ്കാരം. കുഴപ്പമൊന്നുമില്ല. ആള് കുറച്ച് ഡൗൺ ടു എർത്ത് ആണേ, അതിന്റെയാ. ഇതെന്റെ സഹോദരിയുടെ മകനാണ് വൈദ്യനാഥൻ. അതായത് പെണ്ണിന്റെ മുളച്ചിറക്കൻ. വേണി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിനാരാ ഹരി? ചെറുക്കൻ ഓ, കല്യാണപ്പയ്യൻ ഹരിനാരായണ നമ്പൂതിരി. അത് ഇവനാ. ആ നമ്പൂരി ഞാനാ. പെട്ടെന്ന് ഫുൾ നെയിം പറയാത്തപ്പോ കൺഫ്യൂഷൻ ആയേ. ഇതെന്റെ അനിയൻ. അനിയൻകുട്ടനാണ്, സൂര്യനാരായണ നമ്പൂതിരി. കണ്ടാ പറയില്ല കേട്ടോ അനിയനാന്ന്. അദ്ദേഹമോ? മാം ബാബു നമ്പൂർ. ബാബു നമ്പൂതിരി നമ്മുടെ വകയിലൊരു അനിയനാണ്. ഇയാള് ഹിന്ദിക്കാരനാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളുടെ അനിയനാവാ? അതെ, ഹിന്ദിക്കാരനാണ്. നമ്മുടെ കൊൽക്കട്ടയിലുള്ള മേമയുടെ ഇളയ മകനാണേ. അപ്പൊ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പൂജയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ഭാഷാ സഹായത്തിനായിട്ട് നിർത്തിയിരിക്കുക. മാത്രമല്ല പുള്ളി പൂജാ കർമ്മങ്ങളൊക്കെ ബഹുകേമനാ. നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുളു, മണാലി, ആഗ്ര. നോർത്ത് ഇന്ത്യയിലെ പുണ്യ സ്ഥലങ്ങളായ കേദാർനാഥ്, ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. അച്ഛൻ നമ്പൂതിരി വരായിരുന്ന. അപ്പൊ രാവിലെ പെട്ടെന്ന് ഒരു കോള് വന്നു, അർജന്റ് ആയിട്ട് ഒരു പൂജയ്ക്ക് ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പൊ ആള് തരം കിട്ടിയാന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. വരാനും വരാതിരിക്കാനും എന്താ മഴയോ? വേണി അമ്മയില്ലാണ്ട് വളർന്ന കുട്ടിയാണ്. സെയിം ബീച്ച്. ഏട്ടനും അമ്മയില്ലാണ്ടാ വളർന്നേ. ഏട്ടന്റെ അമ്മ കുഞ്ഞിലേ മരിച്ചു പോയതാ. ഏട്ടന്റെ അമ്മ? അപ്പൊ നിങ്ങളുടെ അമ്മ ആരാ? അതെ, ഞങ്ങളുടെ അമ്മ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അമ്മയില്ലാണ്ട് വളർന്ന കുട്ടികളുടെ വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലപോലെ അറിയാന്ന് പറഞ്ഞതാ അല്ലേ ബാബു നമ്പൂരി? അതെ, നല്ല വിഷമമുണ്ട്. അവരെ പറയാൻ അനുവദിക്കൂ, എന്നാലല്ലേ അത് മുഴുവിപ്പിക്കാൻ പറ്റുള്ളൂ. സമ്മതിച്ചിരിക്കണു. അതുകൊണ്ട് തന്നെ അവളുടെ എന്തൊരു കാര്യത്തിനും 1000 തവണയെങ്കിലും ഞാൻ ആലോചിക്കാതെ ഒരു തീരുമാനത്തിലും എത്താറില്ല. ഞാനും. ചായം പലഹാരമായോ നോക്കിയോ? ചായം പലരും റെഡിയായി നോക്കിയേ. നിന്നോടാ. നോക്കാം. അതുകൊണ്ട് ഇതുപോലെ ജോലിയും കൂലി ഇല്ലാത്തവന്മാർക്കൊന്നും കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേ? പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഉവ് ഉവ് മനസ്സിലായി. ഇപ്പൊ കുട്ടിയുടെ ജോലി എന്താന്നാ പറഞ്ഞേ? എനിക്ക് ബിസിനസ്സാ. ബിസിനസ്സാ? എന്തിന്റെ ബിസിനസ്? അതാരാന്ന് പോയി നോക്കാം. ആരാ നോക്ക? നിന്നോട് ആരാന്ന് പോയി നോക്കുക. ഒരപ്പിരിയണേ. കണ്ടപ്പോഴേ തോന്നി. എങ്ങനെ തള്ളിക്കറി പോണു? ഇവിടെ കല്യാണം മുടക്കുന്നുണ്ട്. അയ്യോ, അത് അച്ഛൻ തിരുമേനിയാണ്. അച്ഛനോ? നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. നമസ്കാരം. തിരുമേനി എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. അതെനിക്ക് മനസ്സിലായിരിക്കണു. പക്ഷെ എനിക്ക് മനസ്സിലാണ്ടേ, നിപ്പം മട്ടം കിട്ടപ്പോ ഞാൻ കരുതി വല്ല പിരിവാരമായിരിക്കും. വൈദ്യ